ആരോഗ്യ മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളും ആരും വെച്ചാലും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ കുറേ അധികം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഈ പരിഹരിക്കാൻ പറ്റണമെങ്കിൽ എന്താണ് വേണ്ടത്? ആരോഗ്യരംഗത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകണം. മനസ്സിലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കണം. പ്രശ്നം സംഭവിക്കണം. ഇപ്പോൾ എല്ലാം നമ്പർ ഒന്നാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി 1-2 വിഷയങ്ങൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റാണ്, ചില വിഷയങ്ങൾക്ക് അവൻ തോറ്റുപോയി. ഈ ഫസ്റ്റ് കിട്ടിയുകൊണ്ട് ആ വിഷയങ്ങളിൽ ഫസ്റ്റ് വെച്ചിട്ട് അവൻ ക്ലാസ്സിൽ ഏറ്റവും നല്ല മിടുക്കനാണ്, സ്കൂളിൽ ഏറ്റവും നല്ല മിടുക്കനാണ് പ്രചരിപ്പിച്ചാൽ PR വർക്ക് നടത്തിയാൽ എന്ത് പറ്റും? ആ കുട്ടിയുടെ പരാജയം സംഭവിക്കും. കേരളത്തിൽ സംഭവിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നമ്മൾ മുന്നിലാണ്, ചില കാര്യങ്ങൾ നമ്മൾ പുറകിലാണ്. അപ്പോൾ മുന്നിലായ കാര്യങ്ങൾ വെച്ചിട്ട് കേരളം നമ്പർ 1 ഞങ്ങളുടെ മന്ത്രിസഭ നമ്പർ 1 ആക്കിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അത് ബാധിക്കും. ജീവനക്കാർക്ക് തന്നെ വിചാരിക്കുമോ ഇനി അധികമൊന്നും ചെയ്യാനില്ല എന്ന്. പണം തരേണ്ട കേന്ദ്ര സർക്കാരും മറ്റ് ഡോണർ ഏജൻസീസൊക്കെ വരും കേരളത്തിൽ കൊടുക്കേണ്ട അവിടെ എല്ലാം ശരിയായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കാപട്യമാണത്. കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഇത് പരിഹരിക്കണമെങ്കിൽ ആദ്യം ഇതിനകത്തൊരു ഒരു അന്വേഷണത്തിന് തയ്യാറാകണം. ഇതുവരെ അങ്ങനെ സർക്കാർ ചെയ്തിട്ടില്ല. ആരെന്ത് പറഞ്ഞാൽ അന്വേഷിക്കാൻ വന്നതിന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷണം നടത്തണം, ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. ഇതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറയണം. അതിന് പരിഹാര മാർഗങ്ങൾ ആരായണം, അത് നടപ്പിലാക്കാൻ പറ്റുന്നത് നടപ്പിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ UDF ഒരു ആരോഗ്യ കമ്മീഷൻ, ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അധ്യക്ഷനാണ്. ഞങ്ങൾ ചെയ്യുന്നതാണ്. കേരളത്തിൽ എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് പഠിക്കുകയാണ്. അതല്ലെങ്കിൽ സർക്കാരിനെ മറിച്ചിടാനോ സർക്കാരിനെ കുറ്റം പറയാനോ അല്ല. ഇടത് രോഗവും വലത് രോഗവും ഒന്നുമില്ലല്ലോ. CPM രോഗാണും കോൺഗ്രസ് രോഗാണും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും അസുഖങ്ങൾ വരുമ്പോൾ അവൻ മനുഷ്യൻ മാത്രമാണ്. അപ്പം മനുഷ്യർക്ക്, നമ്മുടെ നാട്ടിലെ രോഗികൾക്ക്, നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് ഇന്നത്തെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാനും അതിന് പരിഹാര മാർഗങ്ങൾ, പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സർക്കാരാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. ഒരു അനാലിസിസ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അനാലിസിസ്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം, അപാകതകൾ കണ്ടെത്തുക, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അത് സർക്കാർ ചെയ്യുന്നില്ല. സർക്കാർ അതിൽ പരാജയപ്പെട്ടപ്പോഴാണ് UDFും പ്രതിപക്ഷ നേതാവൊക്കെ മുൻകൈയെടുത്ത് ഒരു ആരോഗ്യ കമ്മീഷൻ ഉണ്ടാക്കിയത്. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. സർക്കാർ ചെയ്യേണ്ടത് പ്രതിപക്ഷം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെടണമെങ്കിൽ ഏത് നാട്ടിലായാലും മെച്ചപ്പെട്ട ആരോഗ്യരംഗമുള്ള പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ GDPയുടെ ഒരു 15-20% വരെയൊക്കെ ആരോഗ്യരംഗത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ സംസ്ഥാന GDPയുടെ 1% നമ്മൾ ഉപയോഗിക്കുന്നത്. ബജറ്റിൻ്റെ 5% ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് 4% ചിലവാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു തീരുമാനമാണ്, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം കേരളത്തിലെ ആരോഗ്യം മെച്ചപ്പെടണമെന്നുള്ളത്. അതിനനുസരിച്ച് ബജറ്റിൽ തുക കൊള്ളിക്കണം. ഓരോ വർഷവും ബജറ്റിൽ കൂടുതലുണ്ടാക്കണം. അപ്പോൾ ഇതൊന്നും നടത്താതെ ഉള്ള പൈസ വീതിച്ച് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഒരു കാര്യവും ചെയ്യാൻ വയ്യാതെ പോകുന്നുണ്ട്. പിന്നെ സ്ഥാപനങ്ങൾക്ക് ഭരണാധികാരം കൊടുക്കണം, സ്വയംഭരണാധികാരം മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കണം. ആരോഗ്യവകുപ്പിനേക്കാൾ പ്രവർത്തിക്കാൻ വിടണം. മന്ത്രി എന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കേണ്ടവരാണ്. ചില കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കേണ്ടി വരും. ദൈനംദിന പ്രവർത്തനങ്ങൾ ഇടപെടരുത്. ഈ അധികാരം ഉപയോഗിച്ചിട്ട് അവരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും അല്ലൊരു മന്ത്രിയുടെ പണി. ഈ നാട്ടിലൊക്കെ മാത്രമേ നമ്മൾ ഈ മന്ത്രിമാരിങ്ങനെ പെരുമാറാറ് പോലും ഉള്ളൂ. ആരോഗ്യവകുപ്പിനെയൊക്കെ സ്വതന്ത്രമാക്കുക, അവർ ജോലി ചെയ്തോളും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കുക. മന്ത്രിമാർ കഴിവുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ അവർ ഇലക്ഷൻ ജയിച്ച് മന്ത്രിമാരാകുന്നത്. പക്ഷെ അവർക്കറിയാത്ത മേഖലയെ കൈവയ്ക്കരുത്. മന്ത്രിമാരെല്ലാ കാര്യത്തിലും ഇടപെടണം. മന്ത്രിമാർ മാസ്ക് ഒക്കെ ഇട്ട് ICU എന്തിനാണ് കയറുന്നത്? ആ ജില്ലയിലുണ്ടായിരുന്നത്, അല്ലെ ആശുപത്രി പ്രദേശത്ത് സന്ദർശിച്ചൊരു പ്രശ്നം വന്നാൽ മാസ്ക് ഒക്കെ ഇട്ട് ആശുപത്രിക്കകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ ICU മന്ത്രി കയറരുത്. അവർക്ക് അസുഖം വന്നാൽ നമുക്കും നഷ്ടമാണ്. ഇത് പഴയ ചില മന്ത്രിമാർ ചെയ്തുകൊണ്ട് പറയുകയാണ്. അത്തരം നാട്യങ്ങളല്ല ആവശ്യം. നേതൃത്വം കൊടുക്കുക, പണി ചെയ്യാൻ അറിയുന്നവൻ പണി ചെയ്യും. ഇപ്പോൾ സെക്രട്ടറിയേറ്റ് മുന്നിൽ ലാത്തിച്ചാർജ് നടത്തുമെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് വന്നത് ലാത്തിച്ചാർജ് നടത്തുന്നത്. അത് പോലീസുകാർ ചെയ്തോളൂ. അതിൻ്റെ നേതൃത്വമാണ് വേണ്ട തീരുമാനിക്കെടുത്തുന്നതാണ് മന്ത്രിയുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. കേരളത്തിൽ ആരോഗ്യരംഗം തകർന്നു പോയിട്ടൊന്നുമില്ല. അതിൻ്റേതായ ശക്തിയുണ്ട്. പക്ഷെ അത് ഭരണം നടത്തുന്നവർ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ആരോഗ്യരംഗത്തെ അഡ്മിനിസ്ട്രേഷനാണ് പ്രധാനമായിട്ട് നശിച്ചത്. അത് കാരണം ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നല്ല ഡോക്ടർമാരെല്ലാം ഉണ്ട്, അവരിപ്പോഴും ഉണ്ട്, നഴ്സുമാരുണ്ട്, മറ്റാരോഗ്യ പ്രവർത്തകരുണ്ട്, വലിയ സ്ഥാപനങ്ങളുണ്ട്. അത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ ആരോഗ്യവകുപ്പിലെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം തടസ്സങ്ങളുണ്ടാക്കുന്നുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുമില്ല. ഇവിടെ എല്ലാം നല്ലതാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ഹാരിസിന് ശബ്ദം ഉയർത്തേണ്ടി വന്നത്. അപ്പോൾ ഹാരിസ് ശബ്ദം ഉയർത്തിയപ്പോഴാണ് പൊതുജനം അറിയുന്നത് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. നമുക്കൊക്കെ ഇതറിയാം. ഹാരിസിന് മുമ്പുള്ള പ്രൊഫസറും എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അയാൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് പറയുകയായിരുന്നു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ടെലിവിഷനിലൊക്കെ പറയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഭയന്ന് എഴുതാത്തതാണ്. കാരണം അദ്ദേഹത്തിന് ഉപദ്രവിച്ച് കളയുമായിരുന്നു. ഇപ്പോൾ ഹാരിസ് ഒരു പക്ഷേ CPM ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഉപദ്രവിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത്രയും
വലിയ വാർത്തയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തു പോയതാണ്, സതുദ്ദേശിച്ച് ചെയ്തതാണ്. പക്ഷേ അയാൾ കിടന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഴപ്പം വരും. ഈ വളരെ മോശമായ ഈ ഗതിയിൽ കുറേ നാൾ പോവുകയാണെങ്കിൽ വളരെ പ്രശ്നം. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആരോഗ്യരംഗത്ത്. ഈ താഴെ ലെവലിലൊക്കെ എത്തുമ്പോഴേക്കുള്ള രോഗത്തിൻ്റെ സർവേലൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് ഈ ആരോഗ്യമന്ത്രി ഒരു വൺ മാൻ ഷോ നടത്താനായിട്ട് ആരോഗ്യവകുപ്പിന് ഉപയോഗിക്കുന്നുണ്ടാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരെ നിർവീര്യമാക്കി, അവരൊന്നും പുറത്ത് കാണാനില്ല. അപ്പോൾ അവർക്ക് നേതൃത്വ ഗുണങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് താഴേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും. അപ്പോൾ ആരോഗ്യരംഗത്തെ നയിക്കുന്നവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരോഗ്യരംഗത്തെ ബാധിക്കുന്നുണ്ട്. ആ ബാധിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളായി മാറും. സാധാരണ രോഗികളുടെ, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് താമസം ഉണ്ടാകുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതാകുകയും ചെയ്തു പോകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ആദ്യ ഗവൺമെൻറ് കാലം തൊട്ടും പിന്നെ രണ്ടാമത്തെ ഗവൺമെൻറ് വന്നപ്പോഴൊക്കെ പഴയ ഇടതുമുന്നണി ഗവൺമെൻറ്റിനേക്കാൾ പോലും വ്യത്യാസമാണ്. ഇടതുമുന്നണിയുടെ 2 ഗവൺമെൻറ്റുകൾക്കെതിരെ അന്തരിച്ച ഷൺമുഖദാസ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ സമരങ്ങൾ നയിച്ചിട്ടുള്ള ആളാണ് ഞാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അവർ ഈ ഭരിക്കുമ്പോൾ പോലും ഇടതുമുന്നണി വളരെ ശക്തമായിരുന്ന കാലത്ത് പോലും ഇടതുമുന്നണി ഗവൺമെൻറ് തെറ്റായ നയങ്ങൾക്കെതിരെ പറയാനും പ്രസംഗിക്കാനും സമരങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 ഇടതുമുന്നണി ഗവൺമെൻറ്റുകൾ അവർ ശ്രമിക്കുന്നത് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനാണ്. പ്രധാനമായി PR വർക്കാണ്. കേരളത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അത് സിനിമയാക്കി അത് മന്ത്രിമാരുടെ യശസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച് ലജ്ജാകരമായ അവസ്ഥയുണ്ട്. നിപ്പ കേരളത്തിൽ ഒരു മാജിക്ക് സംഭവിച്ചിട്ടില്ല. നിപ്പ രോഗം അത് വരുന്നത് പോലെ അത് പോകും. എല്ലായിടത്തും 70% പേരാണ് മരിക്കുന്നത്. കേരളത്തിൽ 90% പേരാണ് മരിച്ചത്. 10,000-കണക്കിന് പേരൊന്നും നിപ്പ രോഗമൊന്നും മരിക്കില്ല. അത് വെറും നാടകമായിരുന്നു. മന്ത്രി വൈറസിനെ ഓടിച്ചെന്ന രീതിയിലാണ്. അതുകൊണ്ട് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ ഓടിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഗതികെട്ട് പോയി. എല്ലാ രാജ്യങ്ങളും തയ്യാറെടുപ്പ് നടത്തി, എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറെടുപ്പ് നടത്തി. ഇവിടെ മന്ത്രിയെ പേടിച്ച് കോവിഡ് ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെട്ട രീതിയിൽ പ്രയോഗം നടത്തി. അമേരിക്കയിലേക്ക് ഇവിടുന്ന് ആരോഗ്യ പ്രവർത്തകർ അയച്ചു കൊടുക്കാമെന്ന് വരെ ഇവിടെ പ്രസ്താവനകൾ വന്നു. അപ്പോൾ അതൊരു കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവിടെ എല്ലാം ഭദ്രമാണ്, ഈ ഗവൺമെൻറ് എന്ന വെച്ചുകൂടി എല്ലാം ശരിയായെന്ന് പറയാനൊരു ശ്രമമാണ്. ഒരു പ്രദേശത്ത് പാലമില്ലെങ്കിൽ തോണി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആൾ നീന്തി കിടക്കേണ്ട സ്ഥലത്ത് ഒരു പാലം കെട്ടിയ പ്രശ്നം തീരും. പിന്നെ 50-75 വർഷം പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ആരോഗ്യരംഗം അങ്ങനല്ല. ഒരു ചെറിയ നടപടിയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. 3.5 കോടിയിലധികമുള്ള ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗം, ആയിരക്കണക്കിന് ആശുപത്രികൾ, ചികിത്സയ്ക്ക് സംവിധാനമില്ലാത്ത ഒരുപാട് പാവങ്ങൾ, പണമില്ലാത്ത പാവങ്ങൾ, നമുക്കറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ. 5 കൊല്ലം മുമ്പ് നമുക്ക് കോവിഡിനെ പറ്റി അറിയില്ല. ഇപ്പോൾ കോവിഡ് ഉണ്ട്, വന്ന് ഇപ്പോഴും അവിടെ ഉണ്ട്. നിപ്പ പോലുള്ള രോഗങ്ങൾ, ഒരുപാട് പുതിയ രോഗങ്ങൾ, ജനങ്ങൾ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതര രോഗങ്ങളുണ്ട്. രക്തസമ്മർദ്ദം പോലുള്ള, ക്യാൻസർ പോലുള്ള, പ്രമേഹം പോലുള്ള രോഗങ്ങൾ, അത് മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്നതാണ്. ഇന്ത്യയിലെ ശരാശരി ആയുസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് 32 വയസ്സാണ്. ഇപ്പോൾ 70ആണ് ഇന്ത്യയിൽ തന്നെ. കേരളത്തിൽ ശരാശരി 75 വയസ്സിന് മേളിലാണ്. അപ്പോൾ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പഴയ ആരോഗ്യത്തിൻ്റെ രീതികൾ വെച്ചുകൊണ്ടൊന്നും പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. പുതിയ ആരോഗ്യവകുപ്പ് തന്നെ വേണം, പുതിയ നയങ്ങൾ വേണം, പുതിയ രീതികൾ വേണം. പുതിയ പ്രശ്നങ്ങളാണ് മനുഷ്യർ അനുഭവിക്കുന്നത്. വാർദ്ധക്യം കേരളത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഈ പുതിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. അതുണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ എല്ലാം ശരിയാണ്, കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 1ാം സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു. കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 അല്ല. ചില കാര്യങ്ങൾ കേരളം നമ്പർ 1 ആണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നത് കേരളത്തിലാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ശിശുമരണ നിരക്ക് കുറവാണ്, മാതൃമരണ നിരക്ക് കുറവാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാം നമ്പർ 1 എന്നല്ല. നമ്മൾ നമ്പർ 1 അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മാതൃക അല്ലാത്ത മേഖലകളുണ്ട്. ആത്മഹത്യാ നിരക്ക് കേരളത്തിൽ കൂടുതലാണ്. നമ്മൾ ആർക്കും മാതൃകയല്ല. ബീഹാറിനോ UPക്കോ ഒന്നും മാതൃകയല്ല. അവരോട് പറയാൻ പറ്റില്ല കേരളത്തെ നോക്കി ആത്മഹത്യാ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ. മാനസിക സമ്മർദ്ദങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ, പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ, റോഡപകട മരണങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇതൊന്നും നമ്മൾ മാതൃകയല്ല. അപ്പോൾ കേരളത്തിൽ ചില പ്രധാന സൂചികകൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലായതുകൊണ്ട് കേരളത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്, ആരോഗ്യ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ആയുർദൈർഘ്യം പോലും സ്ത്രീകൾക്ക് 80 വയസ്സാണ് കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം. അത് അമേരിക്കയ്ക്ക് തുല്യമാണ്. പക്ഷെ അമേരിക്കയിലെ ജനങ്ങൾക്കിടെ സൗകര്യങ്ങൾ, അവിടെ 80-കാരും 90-കാരും കാർ ഓടിച്ച് നടക്കും. ഇവിടുത്തെ അവസ്ഥ ഏതാണോ? സ്ത്രീകൾക്ക് വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വ്യായാമം ചെയ്യാൻ ഇവിടെ സ്ഥലമുണ്ടോ?
വ്യായാമം ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ പുരുഷന്മാരും വണ്ടി ഇടിച്ച് മരിക്കുകയാണ്, അല്ലെ ഓടെ വീണ് മരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് വ്യത്യാസം. നമ്മൾ ഈ തല എണ്ണിയിട്ട് കാര്യമില്ല. അമേരിക്കയിൽ ശരാശരി 80 വയസ്സ്, കേരളത്തിൽ ശരാശരി 80 വയസ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീരില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കണം, അംഗീകരിക്കണം. പ്രശ്നം പരിഹരിക്കണം, ആദ്യം വേണ്ട പ്രശ്നം ഉണ്ടെങ്കിൽ അംഗീകാരമാണ്. അത് അംഗീകരിക്കണം. അത് എല്ലാവരും ഒരുമിച്ച് ചേർക്കണം. ഒരു ആരോഗ്യമന്ത്രിയോ ഒരു ഇടതു മുന്നണി വിചാരിച്ച കേരളത്തിലെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ പാർട്ടികളെയും എല്ലാ മേഖലയിലെ മനുഷ്യരെയും എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിർത്തിയാലേ കേരളത്തിൽ ആരോഗ്യ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇടതു മുന്നണി കിട്ടിയ വോട്ട് വെച്ചിട്ട് അവർക്ക് ഭരണം കിട്ടി. അതിൻ്റെ അർത്ഥം ഇടതു മുന്നണി പറയുന്നത് മാത്രമാണ് കേരളത്തിലെ ശരി. നമ്മുടെ എല്ലാവരുടെയും മന്ത്രിയാണ് ആരോഗ്യമന്ത്രി. നമ്മുടെ മുഴുവൻ പേരുടെ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കൂടെ സർക്കാരും എല്ലാവരുടെയും കൂടെ മന്ത്രിമാരാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി തെറ്റുപറ്റാൻ പാടില്ല. എൻ്റെ ആരോഗ്യമന്ത്രി തെറ്റ് പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് തെറ്റിയാൽ നമ്മളെല്ലാവരെയും അത് ബാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് വിഷയങ്ങൾ പറയുന്നത്. അത് പറയുമ്പോൾ ഞങ്ങളെല്ലാം ശരി, ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന പ്രചരണം ഒന്നിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ വിഡ്ഢിത്തരം.